ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ കുക്കറിൽ ഒരു ചെമ്മീൻ ബിരിയാണി റെഡിയാക്കി എടുത്താലോ? കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 സവാളയും 2 തക്കാളിയും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടെ ചതച്ചെടുത്തതും പിന്നെ ഗ്രാമ്പും ഏലക്കായും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ചെമ്മീനൊക്കെ കുക്കായി വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വറ്റി കിട്ടണം. ആ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടിയിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് സുർക്കയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. വെള്ളമൊക്കെ ഫുള്ളായിട്ട് തന്നെ വറ്റി വന്നതിന് ശേഷം ചെമ്മീൻ കോരി മാറ്റി വെച്ചതിന് ശേഷം എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരൊറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ പ്രഷർ ഒന്ന് പൊക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ മസാല ചേർത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മസാല ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചോറ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാല സെപ്പറേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിന് ചെമ്മീനും ചോറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ മസാലയ്ക്ക് സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ബിരിയാണി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത്